രാജസ്ഥാനിലെ ജയ്പൂരിൽ ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു. 5 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 39 പേർക്ക് പരിക്കേറ്റു. 40ഓളം വാഹനങ്ങൾക്ക് തീപിടിച്ചുവെന്നും വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത, വിശദാംശങ്ങൾ. എസ് കെ, ഇന്ന് പുലർച്ചെയോടെ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രാസവസ്തു നിറച്ചെത്തിയതായിരുന്നു ഈ ടാങ്കർ. ഈ ടാങ്കറിന് പിന്നിലേക്ക് മറ്റൊരു ട്രക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. തുടർന്ന് ഈ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഏതാണ്ട് 40ഓളം വാഹനങ്ങൾ ഈ അപകടത്തിൽ കത്തി നശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 29 ട്രക്കുകളുണ്ട്, 5 കാറുകൾ, ഓട്ടോറിക്ഷ, ബസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് കത്തി നശിച്ചത്. ഒപ്പം തന്നെ സമീപമുള്ള ഏതാണ്ട് 20ഓളം കടകൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് 39 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 20ഓളം പേർ ICUവിലാണുള്ളത്. ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഒപ്പം 5 പേർ ഈ അപകടത്തിൽ മരിച്ചുവെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പെട്രോൾ പമ്പിന് സമീപം, അതായത് ജയ്പൂരിലെ അജ്മീർ ഹൈവേ, ആ പെട്രോൾ പമ്പ് ആണ്. ആ പെട്രോൾ പമ്പിന് സമീപത്തേക്ക് ഈ ട്രക്ക് എത്തുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് വളയുന്നതിനിടയിൽ പിന്നാലെ എത്തിയ ഒരു ട്രക്ക് ഈ ടാങ്കറിലേക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് വലിയൊരു ശബ്ദത്തോടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായെന്നും അവിടെയുള്ള ഈ ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. തുടർന്നാണ് ആളുകളൊക്കെ തന്നെ അവിടേക്ക് എത്തിയത്. ഇപ്പോൾ ചില വാഹനങ്ങളിലൊക്കെ ഇപ്പോഴും തീ പടരുകയാണ്. അത് കെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് ഫയർഫോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ സമീപം ഉണ്ടായിരുന്ന വെയർഹൌസിനും ഒപ്പം മറ്റൊരു കമ്പനിക്കുമൊക്കെ ഇങ്ങനെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും വലിയൊരു അപകടം തന്നെയാണ് ഇന്ന് പുലർച്ചെയോടെ ജയ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളത്. എസ് കെ വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.